അത് തന്നെ സംശയാസ്പദമാകുമ്പോൾ ഒരു പാർട്ടിയിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ പാർട്ടിയുടെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന പാർട്ടി ചെയർമാൻ മുതൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ തലത്തിൽ ഞാനെന്ന വ്യക്തി മാത്രമായിട്ട് ഒരു പാർട്ടിയിൽ എന്തെങ്കിലും തീരുമാനമെടുക്കാൻ പറ്റുമോ? പാർട്ടി ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് സാറിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ചേരുന്ന ഒരു ബോഡിയാണ്. അതിൽ കൂട്ടായിട്ട് ആലോചിച്ചാണ് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തും തീരുമാനിച്ചും പോകുന്നത്. അതിൽ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ ഉന്നയിക്കാമായിരുന്നു. ഈ മോൻസ് എന്ന വ്യക്തിക്കെതിരായിട്ട് അദ്ദേഹത്തിനുണ്ട് അവിടെ പറയാമല്ലോ, അല്ലെങ്കിൽ നേതൃത്വത്തോട് പറയാമല്ലോ. ഇതുവരെ അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. ചെയ്യാതിരുന്നതിന് ശേഷം ഇപ്പോൾ ഇവിടെ വന്ന് മോൻസ് ജോസഫ് എന്ന് പറയുന്ന ഒരാളിനെ മാത്രമായി ഇതുപോലെ നൂറുകണക്കിന് കാര്യങ്ങൾ ഇതുവരെ ഒരു കാര്യം ഇവിടെ ആരോടും പുറത്തു പറഞ്ഞിട്ടില്ല. നിങ്ങളോടൊക്കെ പറഞ്ഞ കാര്യത്തില്ല, പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പുറത്തു വിടണമല്ലോ. ഇവിടെ ആരും പുറത്തുവിടാൻ അതിനുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല. കേരള കോൺഗ്രസ് പാർട്ടിയുടെ തലത്തിൽ ഇത്തരത്തിലുള്ള ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഇതൊന്നും പറയാതെ ഞാനെന്ന വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ദുരാരോപണം നടത്തണമെങ്കിൽ അതിന്റെ പിന്നിൽ ആരെങ്കിലും എന്നോട് രാഷ്ട്രീയ വൈരാഗ്യമുള്ള ആരെങ്കിലും, ഏതെങ്കിലും പാർട്ടിയോ ഏതെങ്കിലും ബന്ധപ്പെട്ട നേതാക്കളോ അതിന്റെ പിന്നിലുണ്ടാകും എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അത് സംബന്ധിച്ച് എന്റെ ഒരു വിശദീകരണം ഞാൻ തീർച്ചയായിട്ടും പാർട്ടി ചെയർമാൻ ശ്രീ പി ജോസഫ് സാറിനും പാർട്ടിക്കുമാണ് കൊടുക്കേണ്ടത്. എനിക്ക് അക്കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് എന്താണെന്നുള്ളത് പാർട്ടിപരമായി തന്നെ പറയാനാണ് ആഗ്രഹിക്കുന്നത്, പൊതുവായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ കരുതുന്നില്ല. കാരണം LDFന്റെ തലത്തിലേക്കുള്ള എന്തെങ്കിലും നീക്കമാണെന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്നലെ ഫ്രാൻസിസ് ജോർജിന്റെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന് എതിരായി 2 അപരന്മാരുടെ നോമിനേഷൻ ഇവിടെ ഉണ്ടായിരുന്നു. ആ 2 അപരന്മാരുടെ നോമിനേഷൻ ഇന്നലെ വൈകുന്നേരം 4 മണിയോടെ വരണാധികാരി തള്ളിയതിനു ശേഷം ചില ആളുകൾക്ക് ജാള്യത ഉണ്ടായിട്ടുണ്ട്, ചില തട്ടുകേട് സംഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു കൗണ്ടർ ഒരു ഇടപെടൽ എന്ന നിലയിൽ ഇതിനെ സ്വാഭാവികമായും ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. അതും പരിശോധിക്കേണ്ട കാര്യമാണ്. എന്തായാലും ഇതിന് പിന്നിൽ ആരോ ഉണ്ടെന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. അതാണ് ഞാൻ 2-3 കാര്യങ്ങൾ ഞാൻ വ്യക്തമാക്കാം. ഒന്ന്, ഈ പറയുന്നതിനൊക്കെ എന്തെങ്കിലും അടിസ്ഥാനം വേണ്ടേ? ഒന്ന്, ഈ നോമിനേഷൻ കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം സജി മഞ്ഞക്കടന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ പറയട്ടെ. നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി കൂടെ സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ കൂടെ ആരൊക്കെ പോകണം എന്ന് ഞങ്ങൾ ആരും വ്യക്തിപരമായി തീരുമാനിച്ചിട്ടില്ല. അദ്ദേഹം ഉൾപ്പെടെ പങ്കെടുത്ത UDFന്റെ ഇലക്ഷൻ സ്റ്റിയറിംഗ് കമ്മിറ്റി പ്രധാനപ്പെട്ട നേതാക്കളുടെ യോഗത്തിലാണ് തീരുമാനിക്കുന്നത്. ആരൊക്കെയാണ് പോകേണ്ടത്? ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചർച്ച ചെയ്തു ആരൊക്കെയാണ് പോകേണ്ടത്. ഞാനും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഞങ്ങൾ 2 പേരും പറഞ്ഞു, ഞങ്ങൾ സ്ഥാനാർത്ഥിയുടെ കൊടുത്ത് എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിലുണ്ട്, മറ്റു നേതാക്കൾ പോകണമെങ്കിൽ പോകട്ടെ, ഞങ്ങൾ എല്ലാവരും അതിനകത്ത് മാറി നിൽക്കാം എന്ന് പറയുകയുണ്ടായി. പക്ഷേ UDFന്റെ തലത്തിൽ ചർച്ച ചെയ്തപ്പോൾ നേതൃതലത്തിൽ നിന്ന് പൊതുവെ വന്ന തീരുമാനം ഞങ്ങൾ 2 MLAമാരും തീർച്ചയായിട്ടും സ്ഥാനാർത്ഥിയോടൊപ്പം പോകണം. പിന്നെ 2 പേർ കൂടെ പോകാൻ പറ്റുള്ളൂ. ആ 2 പേർ കൂടെ പോകാൻ പറ്റുന്നതിനെ കുറിച്ച് ഈ നേതൃതലത്തിൽ തന്നെ ചർച്ച ചെയ്തു. അങ്ങനെ 2 പേരുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടു. അത് മോൻസ് ജോസഫ് പറഞ്ഞതല്ല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞതല്ല, വ്യക്തിപരമായി ആരും ആഗ്രഹിച്ചതല്ല. അവിടെ വന്ന ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടന്ന് ഉൾപ്പെടെ ഇരുന്ന് തീരുമാനിച്ച കാര്യമാണ്. അദ്ദേഹം കൂടെ പങ്കെടുക്കുന്ന യോഗത്തിലാണ് അവിടെ തീരുമാനിച്ചത്. 2 പേരുടെ പേരുകൾ കൂടി വന്നു. ഒന്ന്, കോട്ടയം DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്, മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ അസീസ് ബഡായി. അവർ 2 പേരും കൂടി സ്ഥാനാർത്ഥിയോടൊപ്പം 4 പേരും.